ഒരു കോള് വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശത്തിന് തൊട്ടുമുമ്പായി അഭിമുഖവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വയം മുഖം മിനുക്കാൻ വേണ്ടി നടത്തിയ അഭിമുഖം. പക്ഷേ പിണറായി ക്ഷോഭം കൊണ്ടാണ് സൈബറിടത്തിൽ ശ്രദ്ധ നേടിയത്. ഇത്രയും ആവേശം കാണിച്ച സ്ഥിതിക്ക് പൊന്നുമോൻ ഒരു ചെറിയ ശവപ്പെട്ടിക്ക് ഓർഡർ കൊടുത്തോട്ടെ. റിപ്പോർട്ടർ ടി വി ചീഫ് എഡിറ്റർ നികേഷ് കുമാറിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ, അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. സത്യം പറഞ്ഞാൽ സംഭവം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട്. അത് പല മാധ്യമങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കെതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത്? എൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതെന്റെ ജീവിത പ്രശ്നമാണ്. അത് തകർക്കാൻ ശ്രമിച്ചാൽ ഒരുത്തരം നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയം വിമർശനം നടത്താനാണെന്ന്. നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനത് സ്വയം വിമർശനം നടത്താനാണെന്ന് എങ്ങനെ പറഞ്ഞാലും അങ്ങനെ തന്നെ. നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട്. ആ ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത്? നിങ്ങളല്ലേ സ്വയം വിമർശനം നടത്തേണ്ടത്? അന്തസ് വേണോടാ, അന്തസ്. ഓ, നിങ്ങളോട് വിളിപ്പോടുവിനുണ്ണി കൃഷ്ണൻ, ഞാൻ തീറ്റ അങ്ങനെ ഇപ്പൊ വേണ്ട. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പിണറായി വിജയൻ എന്നൊരു വ്യക്തിയാണോ ആക്രമിക്കുന്നത്? ഈ കേരളത്തിലെ LDF എന്ന മേഖലയെ തന്നെ തകർക്കാൻ വേണ്ടിയല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എന്നെ വിശ്വസിച്ചാൽ തന്റെ അമ്മ തന്നെ എന്റെ കൂടെ പറഞ്ഞു വിടുന്നത് വെറുതെ എന്റെ വില കളയരുത്. അതാണ് മറന്നു പോകുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായല്ലോ. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരു മാധ്യമം ഒരു വാർത്ത കൊടുക്കുക, ഒരു ചർച്ച നടത്തുക. ആ ചർച്ചയിൽ രണ്ടു കൂട്ടരെ മത്സരിക്കുന്നുണ്ട്. അതാ നിന്റെ വിഷമം? അല്ല, ആ രണ്ടു കൂട്ടർ UDF-ഉം അതോടൊപ്പം BJP ആണ്. അപ്പോ പൊട്ടനോ? എനിക്കറിയില്ലേ. സാറിന് എന്നെ ഓർമ്മയില്ല. തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ടക്കല്ലേ. ഇനി അവസാനം LDF-ന്റെ ഒരു പാവം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകവും. ആളെ കൊരങ്ങളിപ്പിക്കുന്ന ചോദ്യമല്ലേ ഇത്? വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ പോരെ, ഇത്തരം പരദൂഷണ പറയാ. പച്ചത്തെറിയ എന്റെ വായി വരുന്നേ. യഥാർത്ഥത്തിൽ അവിടെ പ്രധാന മത്സരത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാള് LDF-ന്റെ പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ്. അത് പിണറായി വിജയനുള്ള വിരോധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതാണ് സ്വീകരിക്കുന്ന രീതി. ആ സ്വീകരിക്കുന്ന രീതി സാധാരണ നില വിട്ടിട്ടുള്ളതാണ്. മനുങ്ങൾ എന്താ വേണ്ടേ? നീ പേടിക്കണം. ഇത്രയും പേടിച്ചാ മതിയോ? മതിയോ? ആ നില സ്വീകരിക്കുന്നതിന് നിങ്ങളാണ് സ്വയം വിമർശനം നടത്തേണ്ടത്, അത്തരം ആളുകൾ. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവരെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. ഇതൊരു മാധ്യമ വിമർശനമായി എപ്പോഴും ഉന്നയിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിലൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളത് കാണുന്നില്ലേ? നിന്റെ കാര്യത്തിൽ അത്ഭുതമൊന്നുമില്ല. ആർക്കായാലും നിന്നെ കണ്ട രണ്ടെണ്ണം തരാൻ തോന്നും. എല്ലാം മാധ്യമ വിമർശനത്തിന് മാറ്റം വരില്ലല്ലോ. അതൊരു നിലപാടല്ലേ. ആ നിലപാടിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതാണല്ലോ. എത്ര കാലമായി ഓരോന്ന് മാറ്റുമ്പോഴും പുതിയ ഓരോന്നും ഉണ്ടാക്കില്ലേ അവന്മാര്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കുമെന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാവുമ്പോൾ ആ നില തന്നെ തുറന്നു പോകണോ? അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തവരോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം? പാവോ അയാളാ ഈ കൊട്ടാരം എങ്ങനെ കുളം തോണ്ടാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധോഗതിയുടെ ഘട്ടത്തിൽ നിന്ന് പുരോഗതിയിലേക്കല്ലേ നാട് നയിച്ചിട്ടുള്ളത്? അതല്ലേ നമ്മുടെ അനുഭവം. ഇവിടെ എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്കാളിത്തം വഹിച്ച ഗവൺമെന്റുകൾ ഉണ്ടായി. ഈ നാടിന് പുരോഗതി അല്ലാതെ അധോഗതി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ പ്രചരണത്തിന് എന്തെങ്കിലും സാങ്കത്യം ജനങ്ങൾ നൽകുന്നുണ്ടോ? അതും നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. അതെല്ലാം നമ്മുടെ അനുഭവം അല്ലേ ഏറ്റവും വലിയ സാക്ഷി. വായിലൊരു നാക്കും ഉറപ്പുള്ള ചങ്കും ഉണ്ടെന്ന് വെച്ച് ആരോട് എന്തും അങ്ങ് പറയാനാണോ വിചാരം? ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.